ഹിമാചൽ പ്രദേശിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി.ജെ.പി. നീക്കത്തിനിടെ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ. മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മാറ്റി സർക്കാരിനെ നിലനിർത്താൻ കോൺഗ്രസിന്റെ ശ്രമം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രമുഖ നേതാവ് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 14 ബി.ജെ.പി. എം.എൽ.എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ നടപടിക്കെതിരെ എം.എൽ.എമാർ നിയമസഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് നേരത്തെ ഗവർണറെ കണ്ട് ബി.ജെ.പി. നേതൃത്വം അറിയിച്ചു. രാജിവയ്ക്കില്ലെന്നും നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നും സുഖ്വിന്ദർ സിംഗ് സുഖു പ്രതികരിച്ചു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ. വലിയ നാടകീയ നീക്കങ്ങൾക്കാണ് ഇന്നിപ്പോൾ ഹിമാചൽ പ്രദേശ് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ്. അതിനുശേഷം നമുക്കറിയാം, നേരത്തെ തന്നെ ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച സമയം മുതലുണ്ടായിരുന്നു പ്രശ്നങ്ങൾ. അതിനുശേഷം ആ പ്രശ്നങ്ങളെല്ലാം വഷളാകുന്നത് കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു സംഘം എം.എൽ.എമാർ തന്നെ രംഗത്തേക്ക് എത്തുന്ന കാഴ്ച, അതിൻ്റെയൊക്കെ അവസാനം എന്നോണമാണ് ഇന്നിപ്പോൾ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മുഖ്യമന്ത്രിയെ നീക്കിക്കൊണ്ടൊരു പ്രശ്നപരിഹാരത്തിനാണോ ഹൈക്കമാൻഡ് ശ്രമിച്ചത്? അങ്ങനെയെങ്കിൽ നിലവിൽ സുഖ്വിന്ദർ സുഖുവിന്റെ ഈ തീരുമാനം, താൻ രാജിവെക്കില്ല, ഭൂരിപക്ഷം തെളിയിക്കും, താൻ പോരാളിയാണ്, പോരാട്ടം തുടരും എന്നൊക്കെയുള്ള ആ നിലപാട് ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുഖു ഹൈക്കമാൻഡിന് വിധേയനായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിലുള്ള അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഹിമാചൽ പ്രദേശിലെ അടിയൊഴുക്കുകൾ വായിക്കാൻ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്ന പശ്ചാത്തലത്തിൽ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. അത് നേതൃത്വത്തിന്റെ പരാജയം എന്ന വിധത്തിൽ കൂടി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ ഉണ്ടായ വിമത നീക്കങ്ങളെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് ഭരണമുള്ള സംസ്ഥാനം എന്ന നിലയിൽ അവിടുത്തെ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ആവശ്യം എന്ന രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇനി വരാൻ പോകുന്നത് ഈ വിമതരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന എം.എൽ.എമാരുടെ നിലപാടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയോഗിച്ച നിരീക്ഷകർ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ചർച്ച നടത്തുകയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇനി മാറാനായിട്ട് അടുത്ത മണിക്കൂറുകളിൽ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഇടപെടലാണ്. കോൺഗ്രസ് വിമതരെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമോ എന്നതും അറിയേണ്ടതുണ്ട്. എന്നാൽ സുഖുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ബഡ്ജറ്റ് പാസ്സാക്കാൻ സഭയിൽ സാധിച്ചു. ശബ്ദ വോട്ടോടുകൂടിയാണെങ്കിലും ബഡ്ജറ്റ് പാസ്സാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 14ഓളം ബി.ജെ.പി. എം.എൽ.എമാരുടെ സസ്പെൻഷൻ നടപടികളിലേക്കും കാര്യങ്ങൾ നീളുന്ന വിധത്തിലേക്ക് എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഗവർണർ ആവശ്യപ്പെട്ടാൽ താൻ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കും എന്ന നിലപാട് ഈ സാഹചര്യത്തിലാണ് സുഖു സ്വീകരിക്കുന്നത്. ഹൈക്കമാൻഡുമായിട്ട് സുഖു സംസാരിച്ചിരുന്നു എന്നും ആവശ്യമാണെങ്കിൽ താൻ ഒഴിയാം എന്ന വിധത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചുവെന്നും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് മാധ്യമങ്ങളോട് അനൌദ്യോഗികമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേതൃമാറ്റം എന്ന ഒരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണെങ്കിൽ സുഖു അതിനോട് മുഖം തിരിക്കില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും രണ്ട് പക്ഷങ്ങളും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടുതൽ എം.എൽ.എമാർ അവരുടെ മുഖ്യമന്ത്രി പദ ആവശ്യമോഹവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കി ഹൈക്കമാൻഡിനോട് പറയുന്നുണ്ട്. തങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം പേരും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. ഇതിനിടെ ബി.ജെ.പി. പറയുന്നത് ഒരു വിധത്തിലും ഹിമാചൽ പ്രദേശിലെ സർക്കാരിന് തുടരാനായിട്ട് ഉള്ള സാഹചര്യമില്ല. ധാർമ്മികമായിട്ട് പോലും മുഖ്യമന്ത്രിയായിട്ട് സുഖുവിന് തുടരാൻ അവകാശം ഇല്ല എന്നാണ് ജയറാം താക്കൂർ വ്യക്തമാക്കിയത്. ഇതിൽ വിക്രമാദിത്യ സിംഗിന്റെ രാജി താൻ സ്വീകരിക്കില്ല എന്ന ഒരു പ്രസ്താവന കൂടി സുഖു നടത്തിയിട്ടുള്ളതായി അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സുഖുവിനെ മാറ്റുകയാണെങ്കിൽ പകരം ആര് എന്നതിലേക്ക് കൂടി ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? ആർ.കെ. നേരത്തെ ഇത് തുടക്കത്തിൽ തന്നെ സർക്കാർ രൂപീകരണ വേളയിൽ തന്നെ മുഖ്യമന്ത്രിയാകുന്നത് ആര് എന്നതിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അന്ന് കേട്ട പേരുകൾ ഒന്നും ആയിരുന്നില്ല പിന്നീട് സുഖുവിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിഞ്ഞതും. അപ്പോൾ ആ തരത്തിലേക്ക് ഏത് പേര് എന്നതിൽ ഇപ്പോൾ പ്രതിഭാ സിംഗിൻ്റെതടക്കമുള്ള പേരുകൾ വീണ്ടും പരിഗണനയിലുണ്ടോ? അനുജ, അനുജ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിഷയങ്ങളുടെ എല്ലാം ആസൂത്രകൻ എന്ന രീതിയിലാണ് ഇപ്പോൾ സിംഗിന്റെ പേര് പരാമർശിക്കപ്പെടുന്നത്. സിംഗിനെ സംബന്ധിച്ചിട്ടുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ച് കേട്ടിരുന്നു എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോലും കോൺഗ്രസ് ദേശീയ നേതൃത്വം കടന്നിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് മന്ത്രിപദം കൂടി രാജിവെച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു രീതിയിൽ പ്രതിരോധം ഉയർത്തിയിരിക്കുന്നത്.
എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനോടൊപ്പമുള്ള MLA-മാരുടെ സംഖ്യാബലം നോക്കി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതിന് വഴങ്ങണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 6 പേരെ കൂടാതെ മറ്റാരും അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്നൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്നുള്ളതാണ്. അത് ശിവകുമാർ സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിമതരായി മാറിയിരിക്കുന്ന അഥവാ ഇന്നലെ ക്രോസ് വോട്ട് ചെയ്ത MLA-മാർ അവരും അവരുടെ നിലപാട് മാറ്റും എന്ന വിധത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു ചിന്തകൾ പോവുക. ഇതിൽ പ്രതിഭാ സിംഗിന്റെ കാര്യം അത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞു കേട്ടപ്പോൾ മുതൽ തന്നെ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരെ കൊണ്ടുവരണമെന്നൊക്കെയുള്ള ആവശ്യം ഉയർന്നെങ്കിലും പക്ഷെ അത് നടന്നിരുന്നില്ല. എന്നാൽ ഇനിയൊരു അവസരം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനോട് മുഖം തിരിക്കും എന്ന രീതിയിൽ നമുക്ക് കരുതാൻ സാധിക്കില്ല. പക്ഷെ പേരുകൾ ഒരുപാടുണ്ട്. ഈ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം അഥവാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് രൂപപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അക്കാര്യങ്ങളിലേക്ക് ചർച്ചകൾ നീളാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അതെ, ഹിമാചൽ പ്രദേശിൽ തിരക്കിട്ട ചർച്ചകൾ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നിരീക്ഷകരെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അവർ വിമതരുമായൊക്കെയുള്ള കൂടിക്കാഴ്ച പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരു നേതൃമാറ്റത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനോട് മുഖം തിരിക്കുകയില്ല എന്നുള്ളതാണ് സുഖു സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും പുതിയ നിലപാട് എന്നുള്ളതും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ്.